വെൽക്കം ഓൾ. നമുക്കൊരു ലേറ്റ് നൈറ്റ് ക്രിസ്മസ് ഡേ ആഘോഷിച്ചാലോ? സംഭവം ലേറ്റ് നൈറ്റ് ആയിപ്പോയതാണ് കേട്ടോ. 8-8:30 കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിയത്. ഞങ്ങളുടെ നിധിക്കുട്ടിയുടെ ആദ്യത്തെ ക്രിസ്മസും കൂടിയാണ്. കനകക്കുന്ന് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്, അവിടുത്തെ ലൈറ്റ്സൊക്കെ കാണാൻ. പക്ഷേ തിരക്കും ട്രാഫിക്കും ആലോചിച്ചപ്പോൾ പിന്നെ നേരെ ലുലു മോളിൽ വിട്ടു. പക്ഷേ അവിടെയും അതിനെക്കാട്ടിലും ട്രാഫിക്കായിരുന്നു. പിന്നെ നമ്മൾ അങ്ങെത്തി. എല്ലാവരും തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത്. അവിടെ സ്റ്റേജ് ഷോ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഭാഗത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു. ആ ഭാഗത്തോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അത്ര നേരം വൈകിട്ടും പാർക്കിങ്ങിന് നല്ല സമയം എടുത്തു കേട്ടോ. നമ്മളെപ്പോലെ വേറെയും പലരും ഈ ഒരു സമയത്ത് ഇറങ്ങിയിരിക്കണം. പിന്നെ നമ്മൾ കാറിലിരുന്ന് ലൈറ്റൊക്കെ കണ്ടു. നമ്മൾ ഇടയ്ക്ക് പ്ലാൻ ഇട്ടത് ബാറോസ് കാണാൻ പോകാമെന്നായിരുന്നു. പിന്നെ നിധിക്കുട്ടിയുടെ അളവിന് 3D ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ടും ടൈമും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ മാറ്റി. ഇപ്പോൾ ലുലു മാളിൻ്റെ ഉള്ളിൽ കയറുക, സമാധാനപരമായി ഇരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക, ഫുഡ് കഴിക്കുക, തിരിച്ചു വരിക. നിധിക്കുട്ടിയുടെ ആദ്യത്തെ വിസിറ്റാണ് കേട്ടോ. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൾക്കാരെ കണ്ടിട്ടും ലൈറ്റ് കണ്ടിട്ടും കുറേ കാറുകൾ കണ്ടിട്ടും. അങ്ങനെ ചെന്ന് കയറി എൻട്രൻസിൽ റോളർ ഫ്രൂട്ട് ഐസ്ക്രീം കണ്ടു. നേരെ ചാടി വീണു ഒരു സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെത് പറഞ്ഞു. നമ്മൾ വെയിറ്റ് ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു. 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്ട്രോബെറി അവർ മേക്ക് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മളൊരു കപ്പേ ഓർഡർ ചെയ്തുള്ളൂ. പിന്നെ അത് വാങ്ങിച്ചു. നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിച്ചു. ഐസ്ക്രീം നല്ല ടേസ്റ്റാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ട്, അതായത് നോർമൽ ഐസ്ക്രീം അല്ല, നമ്മൾ ഒറിജിനൽ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ, അല്ലാതെ എക്സ്ട്രാ എസൻസ് ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ അച്ഛനും മോളും കൂടെ എസ്കലേറ്ററിൽ ഒരു റൗണ്ടൊക്കെ പോയി. എനിക്ക് പൊതുവേ സ്ട്രോബെറി ബ്ലൂബെറി ഒന്നും ഇഷ്ടമല്ല കേട്ടോ. കാരണം ഞാൻ അത് കഴിക്കുമ്പോൾ എനിക്ക് സിറപ്പൊക്കെ കഴിക്കണതിൻ്റെ ഒരു ഫീൽ തോന്നും. പക്ഷേ ഇതങ്ങനെയല്ല. ആ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് മാത്രമുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നെക്കാട്ടിലും ഞങ്ങളെക്കാട്ടിലും ഭയങ്കര ഐസ്ക്രീമിൻ്റെ കൊതി ഉണ്ടായിരുന്നത് നിധിക്കുട്ടിക്കാട്ടോ. പക്ഷെ നമ്മൾ അധികം കൊടുത്തില്ല, വയ്യാണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട്. എന്നാലും ഇച്ചിരി അവളുടെ കൊതിക്ക് കുറച്ച് നാക്കിൽ തൊട്ട് കൊടുത്തു കേട്ടോ. ഉള്ളിൽ കയറിയപ്പോഴേക്കും ഷോപ്പുകളൊക്കെ കുറേയൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഷോപ്പിങ്ങിനൊന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലൈറ്റൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് എന്തൊക്കെയോ പ്രോഗ്രാം വേറെ ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും എല്ലാം മിസ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് വന്ന പോലെ ആയിപ്പോയി. പിന്നെ ഡെക്കറേഷൻസൊക്കെ കണ്ടു കേട്ടോ. സാന്റാക്ലോസും ഡിയേഴ്സും ലൈറ്റും ക്രിസ്മസ് ട്രീയും എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും സ്റ്റിൽസൊക്കെ എടുത്തു. നമ്മളും അതുപോലെ എല്ലാം എടുത്തു കേട്ടോ. നിധിക്കുട്ടിക്കായിരുന്നു ഭയങ്കരമായിട്ട്. അവളിങ്ങനെ നോക്കുകയും അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയണുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്നില്ല, നേരെ ഫുഡ് കോർട്ടിൽ വന്നു. നോക്കിയപ്പോൾ അവിടെ ജനലക്ഷം. ഫുഡിനും ഓർഡർ കൊടുത്തിട്ട് അടുത്തൊരു ടാസ്കിലോട്ടാണ് കേട്ടോ പോയത്. ടേബിളും ചെയറും കണ്ടുപിടിക്കാൻ. ഈ ലുലു മോളിൽ പോയി കഴിഞ്ഞാൽ ഒരു സീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അവിടെ ഇരിക്കുമ്പോഴേക്കും നിധിക്കുട്ടിയുടെ ക്ഷമയൊക്കെ പോയി. ടൈം ലേറ്റ് ആയപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചേ. പിന്നെ ഫുഡ് വന്നു. നമ്മൾ ഹോട്ട് സ്പൈസി ചിക്കൻ സിസ്ലറും ചോലാപുരി ചന്ന മസാലയായിരുന്നു ഓർഡർ ചെയ്തത്. നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് ഈ 2 ഐറ്റം മതിയേ. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. നിധിക്കുട്ടിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഭയങ്കര കൊതിയായിരുന്നു. അവളുടെ ഫുഡൊന്നും അവൾക്ക് വേണ്ടിയിരുന്നില്ല, ഇതായിരുന്നു വേണ്ടത്. പിന്നെ ഇതൊന്നും കൊടുത്തില്ല കേട്ടോ. അതൊന്നും കഴിക്കാനുള്ള പ്രായമൊക്കെ ആയില്ല. നമ്മളാണെങ്കിൽ എപ്പോഴും പുറത്ത് വരുമ്പോൾ വെറൈറ്റി ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവസാനം ചിക്കൻ ബിരിയാണിയിലും പൊറോട്ടയിലൊക്കെ എത്തുക. നിങ്ങളും അങ്ങനെ ഓർഡർ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞു. നമ്മൾ ലുലുവിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടോ. വേ ഔട്ട് ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. തിരിച്ചിറങ്ങാനും നിറയെ ടൈം എടുത്തു. നിധിക്കുട്ടി കാറ് കയറിയത് ഉറങ്ങിയിട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. ഞങ്ങളുടെ ക്രിസ്മസ് എല്ലാം ഇവിടെ തീർന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.